ബോയ് ഫ്രണ്ട് ഒരിക്കലും അവളെ എല്ലായിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നിരുന്നത് അവളുടെ ബോഡിയാണ്. അവളൊന്ന് വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് അവളെ വണ്ണം വെപ്പിക്കുന്നു. അവളൊന്ന് വണ്ണം കൂടിയിട്ടുണ്ടെങ്കിലോ ഡയറ്റ് ചെയ്യിപ്പിച്ച് അവളെ വണ്ണം വെപ്പിക്കുന്നു. അവളെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അർജുൻ പറയുന്ന പോലെയാണ് അവളുടെ ഓരോ ലൈഫ് സ്റ്റൈലും അവൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒടുവില് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ വെറുതെയാണെന്ന്. കാരണം അർജുന്റെ കൂടെ ഒരു ദിവസം ടൂർ പോയപ്പോ അർജുൻ അവളെ കളിയാക്കുന്നുണ്ട് വണ്ണില്ല എന്ന് പറഞ്ഞിട്ട്. അവൻ പറഞ്ഞിട്ടാണ് അവള് ഡേറ്റ് എടുത്ത് വണ്ണം കുറച്ചത്. എന്നിട്ട് അവൻ തന്നെ ഇങ്ങനെ കളിയാക്കിയോണ്ട് തന്നെ സെൽഫ് റെസ്പെക്ട് തീരെ നഷ്ടപ്പെടാൻ പറ്റാത്ത നൈന അവളുടെ ചേച്ചിയായിട്ടുള്ള റോഷ്നിയുടെ അടുത്ത് വന്ന് ഒരുപാട് കരയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് റോഷ്നി എപ്പോൾ അവളെ ഉപദേശിക്കാറുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി ജീവിക്കുക, അർജുന് വേണ്ടി ജീവിക്കല്ലേന്ന്. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് നൈന വേണ്ട എന്ന് വിചാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോഴാണ് റോഷിനി അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ശശാങ്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. ശശാങ്ക് ഒരു നല്ല ആളായിരുന്നു. അവൻ ഒരിക്കലും റോഷിനി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊന്നും പറയാറില്ലായിരുന്നു. എന്നിട്ട് പോലും അവർക്കിടയിൽ ചെറിയ ചെറിയ വഴക്കുണ്ട്. അതുകൊണ്ട് തന്നെ റോഷിനി അവനെ വേണ്ടാന്ന് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ അവനെ പോലത്തെ ഒരാളെ ഇനി കിട്ടില്ല എന്ന് നൈന അവളോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവളും അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞ് വെറുതെ ശശാങ്കിനെ വിട്ടുകളയരുതെന്ന് റോഷ്നി വിചാരിക്കുന്നുണ്ട്. ആ ഒരു രാത്രി തന്നെ റോഷ്നി ശശാങ്കിനെ കാണാനായിട്ട് അവന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ശശാങ്കിന്റെ ഓഫീസിൽ അവൻക്ക് ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവൻക്ക് ഷാ പറയാൻ കിട്ടില്ല. അതിന് പകരം അവൻ സാ ആണ് ഉപയോഗിക്കാറ്. ആ ഒരു കോംപ്ലക്സ് ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവൻ ഒരു മീറ്റിംഗിലും പങ്കെടുക്കില്ല. അപ്പൊ അവന്റെ ബോസ് ഒരു മീറ്റിംഗിൽ എന്തായാലും അവനോട് പങ്കെടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു മീറ്റിംഗിൽ അവൻ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ അവൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ജോലി പോകും. ആ ഒരു ടെൻഷനിലായിരുന്നു അവൻ. റോഷിനിക്കും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൾ എപ്പോഴും അവളുടെ മുഖം ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് മൂക്ക് മറയ്ക്കാനായി ഒരു കുപ്പി ഗ്ലാസ് വെച്ചിരുന്നു. ആക്ച്വലി എന്തുകൊണ്ടാണ് അവൾ ആ ഒരു കുപ്പി ഗ്ലാസ് വെക്കുന്നതെന്ന് ശശാങ്കിനോട് അവള് തുറന്നു പറയാണ്. പണ്ട് ചെറുതായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ഫാമിലി ഫംഗ്ഷന് ഇവള് ഫാമിലിയോടൊപ്പം പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു ആന്റി റോഷിനിയോട് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചിരി നിന്റെ അമ്മയെ പോലെ തന്നെയാണെന്ന് പറയാണ്. ആ സമയത്ത് ഇടുത്തടിച്ച പോലെ അമ്മ പറയാണ് ചിരിയൊക്കെ ഭംഗിയുണ്ട് എന്റെ പോലെയാണ്, പക്ഷെ അവളുടെ മൂക്ക് കണ്ടില്ലേ, മൂക്ക് അവളുടെ മുഖത്തെ വൃത്തികേടാക്കുന്നു. ആ ഒരു ചെറുപ്പത്തിൽ അവൾ കേട്ട ഒരു വാക്ക് അവളുടെ ഉള്ളില് വലിയ വേദനയായിട്ട് കിടക്കാണ്. അവള് കാണാന് ഒരു ഭംഗിയില്ലാന്ന് അവൾ പിന്നീട് വിചാരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുപ്പി ഗ്ലാസ് എല്ലാം വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും അവരവരുടെ പ്രശ്നം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ശശാങ്ക് ഇപ്പൊ വിചാരിക്കുന്നത് അവൻക്ക് എന്തായാലും ആ ഒരു പ്രസന്റേഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പ്രസന്റേഷന്റെ തലേ ദിവസം തന്നെ ജോലി റിസൈൻ ചെയ്യാമെന്നായിരുന്നു. റോഷ്നി കണ്ണാട ഇതുവരെ ശശാങ്കിന്റെ മുന്നിൽ ഊരിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കണ്ണാട ഇല്ലാത്ത ഒരു ഫോട്ടോ ശശാങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവന് ഏതോ ഒരു കണ്ടസ്റ്റിലിടെയും അതിന് ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും അതൊരു ബാനർ പോലെ റോഡ് സൈഡിൽ തന്നെ വെക്കുകയും ചെയ്യാണ്. അത് റോഷ്നി പോയി കാണുന്നുണ്ട്. അവളെ കണ്ണാട ഇല്ലാതെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഉള്ളിലെ പേടി മാറ്റിക്കൊണ്ട് അവളുടെ ആ ഒരു കുപ്പി ഗ്ലാസ് മാറ്റി ഇനി ജീവിക്കാമെന്ന് കരുതുന്നുണ്ട്. ശശാങ്ക് ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണാണ്. ചെറുപ്പത്തില് ഇവന് ഷാ പറയാൻ കിട്ടില്ലെങ്കിലും ടീച്ചർ പാട്ട് പാടാൻ പറഞ്ഞപ്പോ നല്ല സന്തോഷത്തോടുകൂടി ധൈര്യത്തോടുകൂടി അവൻ പാട്ട് പാടുന്നുണ്ട്. അന്ന് അവനക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആര് കളിയാക്കിയാലും ഞാൻ പാടുമെന്നുള്ള ആ ഒരു മൈൻഡ് ആയിരുന്നു. ആ ഒരു മൈൻഡ് വെച്ച് തന്നെ അന്ന് മീറ്റിംഗിൽ പ്രസന്റേഷൻ നടത്താൻ വേണ്ടി അവൻ പോകുന്നുണ്ട്. നന്നായി തന്നെ അവന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ആ ഒരു പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്.